പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ ശരിക്കും നെഞ്ചു പൊള്ളിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇസ്രായേലിന്റെ ക്രൂരമായ അധിനിവേശം, ബോംബാക്രമണം, അതെല്ലാം കാരണം ഗാസയിലെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുന്ന കാഴ്ച. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് അവിടെ പന്താടപ്പെടുന്നത്. ലക്ഷക്കണക്കിന് പേരാണ് എന്ത് ചെയ്യണമെന്നറിയാതെ മേലോട്ട് നോക്കിയിരിക്കുന്നത്. സ്ത്രീകൾ, കുട്ടികളും അടക്കം 73,000-ലധികം പലസ്തീനികളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം 1000-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുക? അതിനോടൊപ്പമാണ് പ്രകൃതി പോലും അവർ ചതിക്കുന്നത്. കനത്ത വേനൽ ചൂട്, കുടിവെള്ളത്തിന്റെ കടുത്ത ക്ഷാമം. ഈ അഭയാർത്ഥി ക്യാമ്പിന്റെ ജീവിതം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. കുടിക്കാൻ ഒരു തുള്ളി ശുദ്ധജലത്തിനായി കത്തുന്ന വെയിലിൽ മണിക്കൂറുകളോളം വരി നിൽക്കേണ്ടി വരുന്ന ഒരു മനുഷ്യരുടെ അവസ്ഥ എത്രത്തോളം സങ്കടമാണ് എന്ന് ചിന്തിക്കൂ. ചൂടും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയും കാരണം അവിടെ വലിയൊരു ആരോഗ്യ ദുരന്തം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. 20 വർഷത്തോളമായി ഗസയിൽ നിലനിന്നിരുന്ന സിവിൽ ഭരണ സംവിധാനം ഹമാസ് അവസാനിപ്പിക്കുകയും ഭരണം പുതിയൊരു നാഷണൽ കമ്മിറ്റിക്ക് കൈമാറാൻ തീരുമാനിക്കാൻ ചെയ്തിട്ടുണ്ട്. ഭാവി എന്താകും എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. രാഷ്ട്രീയ ചർച്ചകളും ഭരണമാറ്റങ്ങളും ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിലും നിരന്തരം പെയ്യുന്ന ബോംബുകൾക്കും പട്ടിണിക്കും കഷ്ടപ്പാടുകൾക്കും നടുവിൽ ജീവിക്കുന്ന ഗസയിലെ ജനങ്ങളുടെ ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു ജീവിതം, ആ ഭയപ്പാട് അത് മാറിയിട്ടില്ല. ഇതിനെല്ലാം പുറമെയാണ് മേഖലയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വല്ലാതെ മുറുകുന്നത്. വെടിനിർത്തൽ അവസാനിച്ചെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്ക ഇറാനിൽ വീണ്ടും ഭീകരമായിട്ടുള്ള ബോംബാക്രമണം നടത്തി. ഒരാഴ്ചക്കുള്ളിൽ 300-ലധികം കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തതാണ് ഇതിന് കാരണമായി അമേരിക്ക പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ അവസാനിക്കുന്നത് വരെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടും എന്ന് തന്നെ ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അമ്പിലും വില്ലിലും രണ്ടു കൂട്ടരും അടുക്കണില്ല. പ്രത്യേകിച്ച് ഈ യുദ്ധക്കൊതിയനായിട്ടുള്ള കള്ളനായിട്ടുള്ള ട്രംപും അതുപോലെ ഭീകരവാദിയായിട്ടുള്ള ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഇത് ചെയ്യുന്നില്ല. കാരണം അവരാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് മണ്ണ് വിട്ടു നൽകിയിട്ടുള്ള ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയിട്ടുള്ള അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ, US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ അതിശക്തമായി അടിച്ചിട്ടുണ്ട്. ഇറാനെതിരെയായിട്ടുള്ള നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അയൽ രാജ്യങ്ങളും അതിന്റെ കടുത്ത പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. കപ്പൽ ഗതാഗതത്തിന് നേരെ ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഇറാൻ പരസ്യമായി പറയണമെന്നും എല്ലാ ഷിപ്പിംഗ് ചാനലുകളും തുറന്നു നൽകണമെന്നാണ് അമേരിക്ക അന്ത്യശാസനം ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സൈനിക നീക്കങ്ങൾ ലോകത്ത് എവിടെയുമുള്ള സാധാരണ മനുഷ്യരുടെ നെഞ്ചില് വലിയൊരു ഭീതിയാണ് നിറയ്ക്കുന്നത്. ഗസയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയിൽ തകരുന്നത് അനേക ആയിരങ്ങളുടെ ജീവിതങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ലോകത്തിന്റെ അവസ്ഥ. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്. എന്നിട്ട് പഴി മുഴുവൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അക്രമം ഏറ്റ് പ്രതിരോധിക്കുന്ന രാജ്യങ്ങളുടെ മേൽ. അവരാണ് ഇന്നും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിൽ, യൂട്യൂബ് വീഡിയോകളിൽ, ഫേസ്ബുക്ക് വീഡിയോകളിൽ താഴെ കമന്റ് സെക്ഷൻ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളിൽ മലയാളികൾ പോലും കുറ്റപ്പെടുത്തുന്നത് ഇറാനെയും അല്ലെങ്കിൽ ഗസയെയും പലസ്തീനെയും ഒക്കെയാണ്. സത്യത്തിൽ ഇവരെയൊക്കെ ആക്രമിക്കുന്ന ആരെയാണ്? ലെബനോനെ ആക്രമിക്കുന്നത് ആരാ? അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം നടത്തുന്നത് ആരാണ്? ആരാണ് വിഷയം? ഇപ്പൊ ഇറാൻ തന്നെ യുദ്ധം, ഇറാന്റെ യുദ്ധം ഉണ്ടാക്കിയത് ആരാണ്? ഇസ്രായേലാണ് കയറിയടിച്ചത്. ഇറാന് ചുറ്റുമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്ക താവളം ഒരുക്കി. ആ താവളങ്ങൾ ഒരുക്കി അത്രയും വളർത്തി അമേരിക്കയുടെ 5ാം കപ്പൽപ്പട തന്നെ അവർ ഒരു താവളം പോലും അവിടെ ഒരുക്കിയിട്ടും ഇറാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്കെതിരെ ഒരു പച്ചയിറക്കിൽ അല്ലെങ്കിൽ ഇറുക്കിൽ പടക്കം പോലും കൊണ്ട് ഇട്ടിട്ടില്ല. എങ്ങനെ അവിടേക്ക് ആക്രമിക്കാൻ തുടങ്ങിയത്? ഇറാന്റെ മണ്ണിൽ കയറി ഇറാനെ ആക്രമിച്ചതിനും ഒരു പ്രതികരണം എന്ന നിലയിൽ മാത്രമാണ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടത്. അതായത് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ കൈകെട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളാരും ഇരിക്കില്ലല്ലോ. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും കയറി ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചടിക്കും. പഹൽഗാമിൽ അത് തന്നെയല്ലേ സംഭവിച്ചത്. ഇങ്ങോട്ട് കയറി പാകിസ്ഥാനും ചൊറിഞ്ഞു, നമ്മൾ നന്നായിട്ടൊന്ന് മാന്തി കൊടുത്തു. ആ മാന്തൽ ഇപ്പൊ ഇറാനിൽ കയറി ഇങ്ങോട്ട് അടിച്ചു, ആ ഒരു മാന്തലാണ് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ലെബനോനിൽ ഇസ്രായേൽ കയറി ഒന്ന് മാന്തി, അതാണ് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇസ്രായേലിലോ അമേരിക്കയിലോ കയറി ഒരു മനുഷ്യൻ, ഈ ഇറാനിലെയോ മറ്റ് ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ ഒരു മനുഷ്യൻ, ഒരു ഭരണാധികാരിയും അങ്ങോട്ട് കയറി അടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആരാണ് യഥാർത്ഥ പ്രതി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. Different angles. Don't forget to subscribe and support this channel.